നമസ്കാരം. വെസ്റ്റ് കൊച്ചി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു അലക്സിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. നിലവിൽ കൊല്ലം ടൗൺ സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടറായ ഡി സോളമനാണ് അന്വേഷണ ചുമതല. 4 ദിവസം മുൻപാണ് കൊച്ചി പൊന്നത്ത് ലൈനിലുള്ള പോലീസ് ക്വാർട്ടേഴ്സിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ CIയുടെ മൃതദേഹം കണ്ടത്. ക്രൈം സീനിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിച്ചു പെറുക്കി. അവന്റെ ലൈസൻസ് മാത്രം അതിലില്ല. അതിന് അവൻ രാത്രി തന്നെ CI സാറിന്റെ റൂമിൽ കയറി കാണുവോ? എന്നിട്ട് നീ അവനെ വിളിച്ചു നോക്കിയില്ലേ? സ്വിച്ച് ഓഫാ. ഞാൻ അവന്റെ കൂട്ടുകാരനെ വിളിച്ചിരുന്നു. അന്ന് രാത്രി തൊട്ട് അവൻ റൂമിലും എത്തിയിട്ടില്ല. നമുക്ക് ഹംസ സാറിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? അതിന് നിനക്ക് അവനെ പറ്റിയിട്ട് വല്ലതും അറിയൂ? സുജയ്, ശരിക്കും അവൻ ആരാ? അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എന്താ പറയാ? സ്റ്റേഷനിലെ രജിസ്റ്ററിൽ നീ അന്ന് ഫുൾ ഡ്യൂട്ടി ആണല്ലോ പോയിട്ടുള്ളത്. അതെ. കേസ് ഹംസ സാറുടെ കയ്യിൽ നിൽക്കാൻ പോകില്ല. മേലുള്ളവന്മാരെ നമ്മൾ പറയുന്നിട്ട് വിശ്വസിക്കൂല. സസ്പെൻഷൻ ഓർഡർ ആയിരിക്കും ആദ്യം കയ്യിലിട്ട്. സുജ മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക. നീയായിട്ട് കരഞ്ഞു പോയി മറ്റുള്ളവരെ അറിയിക്കരുത്. പിന്നെ ഇപ്പൊ തൽക്കാലം അവനെ വിളിക്കേ കാണേ ഒന്നും ചെയ്യരുത്, കേട്ടോ? എന്നാലും ആദ്യം ഈ അന്വേഷണത്തിന്റെ റൂട്ട് എങ്ങനെയാ പോണെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. സാറ് അകത്തുണ്ടോ? സാറേ, എന്നിട്ട് വല്ലാത്തൊരു ലക്ഷണമാണല്ലോ. സാർ, സോറി സാർ, ബിൽ സാറിൻ്റെ ഓരോ പരിപാടിയാണ്. സാറേ, ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നത്. ബിനു സാറിന് അങ്ങനെ വലിയ ഭാവമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇച്ചിരി വലിയ ഭാവം കൂടല. അതുകൊണ്ട് കുടുംബവും കൂട്ടമൊക്കെ സ്റ്റേഷന് പുറത്ത്. മനസ്സിലായോ? ക്രൈം സീനിൽ നിന്നുള്ള എവിഡൻസ് ഒക്കെ തൊണ്ടി റൂമിൽ വെച്ചിട്ടുണ്ട്. സാറ് കണ്ടിട്ട് കോടതിയോട്ട് അയക്കാമെന്ന് വെച്ചു. സാറിതാ. സാറേ, അത് ലോക്കാ. സൈബറുകാരെ അറിയിച്ചിട്ടുണ്ട്. ഡെഡ് ബോഡി ആദ്യം കണ്ടാൽ തമിഴത്തിയെ കിട്ടിയത്. അത് സാർ, ഇൻഫർമേഷൻ കിട്ടിയുടനെ പോലീസ് പാർട്ടി അവളുടെ വീട്ടിലെത്തിയതാണ്. പക്ഷെ നമ്മൾ എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവൾ മുങ്ങി. എന്നിട്ട് സാർ, തമിഴത്തി അവളെ കാലത്തെ 8 മണിക്ക് സേലത്തേക്കുള്ള ബസ് കയറ്റിവിട്ടെന്നാ അവളുടെ അയലോകത്ത് താമസിക്കുന്ന ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയത്. അപ്പം തന്നെ വടക്കോട്ടുള്ള എല്ലാ സ്റ്റേഷനിലേക്കും നമ്മൾ മെസ്സേജ് പാസ് ചെയ്തു. അവളുടെ നാട്ടിൽ അന്വേഷിച്ചോ? അവിടെ സ്ക്വാഡ് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അവള് വീട്ടുകാരായിട്ട് അത്ര രസത്തിലല്ലെന്നാണ് കേട്ടത്. ഈ ഇൻഡർസ്റ്റേറ്റ് ബസ്സുകാരുടെയും അവിടുത്തെ ലോക്കൽ ഓട്ടോറിക്ഷക്കാരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് അവളുടെ ഫോട്ടോ ഒന്ന് ലീക്ക് ചെയ്ത് കൊടുക്കുക. സാർ, ഒഫീഷ്യലായിട്ട് വേണ്ട, വേറെ ആരെങ്കിലും ചെയ്യുന്ന പോലെ മതി. അത് ഞാൻ ഏറ്റു സാർ.
നമുക്കവളെ വൈറലാക്കാം സാർ. അങ്കമാലി മുതൽ എറണാകുളം KSRTC വരെ എത്ര CCTV ക്യാമറയുണ്ട്? 10-30 കാണും. 10-30? 30-ൽ കൂടുതൽ കാണും സാർ. എങ്കിൽ താനൊരു കാര്യം ചെയ്യും സാർ. നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് കിട്ടും. സാർ, അവിടെ സകല CC ക്യാമറയുടെയും ബാക്കപ്പ് ഫയൽ ഉണ്ടാവും. ഈ തമിഴത്തി ബസ് കയറി അന്ന് മുതൽ ഇന്ന് വരെയുള്ള സകല മൂവ്മെൻറ്റ്സും ആ ഏരിയയിൽ റെക്കോർഡാക്കി കൊണ്ടുപോകാം സാർ. ഡീറ്റെയിൽ ആയിട്ട്. സാർ, മരിച്ചതൊരു പോലീസുകാരനായതുകൊണ്ട് അന്വേഷണം ഇവിടെ നിന്ന് തുടങ്ങും. സാർ. താനൊരു കാര്യം ചെയ്യും, അന്ന് നൈറ്റ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന എല്ലാവരോടും വരാൻ പറ. ശരി സാർ. ഒരു ഈ മരിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളായതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കുറച്ചുകൂടി കൂടും, അല്ലേടോ? സാർ, നമ്മൾ വരുന്നത് സുജ എസ്. കേട്ടില്ല. സർ, സുജ എസ്. സുജ എസ്. സംഭവ ദിവസം സുജ എസ് ഏത് ഡ്യൂട്ടിയിലായിരുന്നു? സർ, നൈറ്റായിരുന്നു. അപ്പോൾ താനാണ് ബിനു അലക്സിനെ അവസാനമായി കണ്ടത്? അല്ല സർ, ഞാനല്ല. എന്ന് വെച്ചാൽ താൻ കണ്ടതിന് ശേഷം വേറെ ആരാ കണ്ടു? അതാരാ? എനിക്കറിയത്തില്ല സർ. സുജ കൺഫ്യൂഷനായി. സുജയല്ല അവസാനമായി കണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ വേറൊരാൾ കണ്ടിട്ടുണ്ട്. അതാരാന്നറിയോ? സർ, എനിക്കറിയത്തില്ല. പോട്ടെ. CI ബിനു അലക്സിനെ അവസാനമായിട്ട് കണ്ടത് എത്ര മണിക്ക്? മരിച്ചുപോയ CI ബിനു അലക്സിനെ അവസാനമായി സുജ എസ് കണ്ടത് എത്ര മണിക്കാ? നീ നാടകം കളിക്കാണോ? എന്താടി CI ബിനു അലക്സും നീ തമ്മിലുള്ള ഇടപാട് പറ.